വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ അവധിക്കാല ക്ലാസ്സുകൾ 2025 ഏപ്രിൽ 2 ആരംഭിക്കുകയാണ്. LKG UKG റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ ക്ലാസ്സസ്, കുട്ടികൾക്ക് എക്സാം സ്വന്തമായിട്ട് എഴുതാനായിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടാവും. മാത്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ഉണ്ടാകും. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന 1ാം ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകും. അതുപോലെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷനും ഉണ്ടാവും. വർക്ക്ഷീറ്റ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാർച്ച് മാസം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ അഡ്മിഷൻ മാർച്ച് മാസം എടുക്കാവുന്നതാണ്. ഏപ്രിൽ 2 ക്ലാസ് സ്റ്റാർട്ട് ആവുക. സൂമിൽ ലൈവായിട്ടും ക്ലാസ് വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഓക്കെ ചിൽഡ്രൻ, LSS എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് എപ്പിസോഡ് 4 പോവുകയാണ്. 3 എപ്പിസോഡും കറക്റ്റായിട്ട് കണ്ടായിരുന്നോ? പഠിച്ചിട്ടുണ്ടായിരുന്നോ? യെസ്. അപ്പോൾ നമുക്ക് എപ്പിസോഡ് 4 പോകാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കഥകളിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. കഥകളിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചല്ലോ. യെസ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവരും ബുക്കും പേനയും വേഗത്തിലെടുത്തോളൂ. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിന്റെ ശാസ്ത്രീയ കലാരൂപം ഏത്? കേരളത്തിന്റെ ശാസ്ത്രീയ കലാരൂപം ഏത്? ഉത്തരം വേഗത്തിൽ എഴുതിക്കോളൂ. കേരളത്തിന്റെ ശാസ്ത്രീയ കലാരൂപം ഏത്? ഓക്കെ, ആൻസർ എഴുതി കഴിഞ്ഞല്ലോ. ആൻസർ ഈസ് കഥകളി. കഥകളിയാണ് ആൻസർ. ശരിയാണോ? യെസ്, ശരിയായവർ ടിക്ക് മാർക്ക് ഇട്ടോളൂ. 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. തെറ്റിപ്പോയവർക്ക് മനസ്സിലായല്ലോ. കേരളത്തിന്റെ ശാസ്ത്രീയ കലാരൂപമാണ് കഥകളി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കഥകളിയുടെ ആദ്യ രൂപം ഏത്? രണ്ടാമത്തെ ചോദ്യം, കഥകളിയുടെ ആദ്യ രൂപം ഏത്? കഥകളിയുടെ ആദ്യ രൂപം ഏതാണ്? ഉത്തരം എഴുതിക്കോളൂ, വേഗത്തിൽ എഴുതൂ. കഥകളിയുടെ ആദ്യ രൂപം ഏതാണ്? ഓക്കെ, ആൻസർ പറയാം. എഴുതി കഴിഞ്ഞല്ലോ. ആൻസർ രാമനാട്ടം. രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യത്തെ രൂപം. ഓക്കെ, കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. ശരിയാണല്ലോ. തെറ്റിപ്പോയവർക്ക് മനസ്സിലായോ? രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. മൂന്നാമത്തെ ചോദ്യം, കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? അതാണ് മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? വേഗത്തിൽ ആൻസർ എഴുതിക്കോളൂ. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ എഴുതിയായിരുന്നോ? ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന ആൻസർ ശരിയാണോ നോക്കാം. ആൻസർ കൊട്ടാരക്കര തമ്പുരാൻ ആണ് ഉത്തരം. കൊട്ടാരക്കര തമ്പുരാൻ. തെറ്റിപ്പോയവർക്ക് മനസ്സിലായല്ലോ. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാ? കൊട്ടാരക്കര തമ്പുരാൻ. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏവ? കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏവ? ഈ വാദ്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതിലില്ലാത്തത് ഏത്, ഇതിൽ ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആയതിനാൽ കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളെല്ലാം നല്ലതുപോലെ പഠിച്ചിരിക്കണം. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏവ? വേഗം എഴുതിക്കോളൂ. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏവ? എഴുതിയായിരുന്നോ? ആൻസർ പറയട്ടെ. ആൻസർ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. ഇത് 4 കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. പറഞ്ഞേ, ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. തെറ്റില്ലല്ലോ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. കഥകളിയിൽ ചെണ്ട ഉപയോഗിക്കാത്ത ഒരു ചടങ്ങുണ്ട്. അത് ഏത് ചടങ്ങാണ്? കഥകളിയിൽ ചെണ്ട ഉപയോഗിക്കാത്ത ചടങ്ങ് ഏതാണ്?
ഉപയോഗിക്കുന്ന 4 വാദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. അതിൽ ചെണ്ട ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കഥകളിയിൽ ആ ചെണ്ട ഉപയോഗിക്കാത്ത ചടങ്ങ് ഏതാണ്? എഴുതിയായിരുന്നോ? ആൻസർ പറയട്ടെ. ആൻസർ അരങ്ങുകേളി. അരങ്ങുകേളിയാണ് ഉത്തരം. അരങ്ങുകേളി. എഴുതിയായിരുന്നോ? യെസ്. തെറ്റിപ്പോയവർക്ക് മനസ്സിലായല്ലോ. അരങ്ങ് കേളിയിലാണ് ചെണ്ട ഉപയോഗിക്കില്ല കേട്ടോ. അരങ്ങ് കേളിയിൽ ചെണ്ട ഉപയോഗിക്കില്ല. 6ാമത്തെ ചോദ്യം, കഥകളിയിൽ നല്ല കഥാപാത്രങ്ങളുടെ വേഷം ഏത്? ഇതെല്ലാവർക്കും അറിയാം. കഥകളിയിൽ നല്ല കഥാപാത്രങ്ങൾക്കുള്ള വേഷം ഏതാണ്? കഥകളിയിൽ നല്ല കഥാപാത്രങ്ങൾക്കുള്ള വേഷം ഏതാണ്? എല്ലാവരും ഉത്തരം എഴുതിയിട്ടുണ്ടാവും. എഴുതിയല്ലോ? ഉത്തരം പച്ച. പച്ചയാണ് നല്ല സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷം. അപ്പോൾ കഥകളിയിൽ നല്ല കഥാപാത്രങ്ങളുടെ വേഷം പച്ച. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. 7ാമത്തെ ചോദ്യം, കഥകളിയിലെ സ്ത്രീ വേഷം അറിയപ്പെടുന്ന പേരെന്ത്? കഥകളിയിലെ സ്ത്രീ വേഷം അറിയപ്പെടുന്ന പേരെന്ത്? കഥകളിയിലെ സ്ത്രീ വേഷം അറിയപ്പെടുന്ന പേര്. ഇതും വളരെ എളുപ്പമാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കഥകളിയിലെ സ്ത്രീ വേഷം അറിയപ്പെടുന്ന പേര്. എഴുതിയായിരുന്നോ? യെസ്. ഉത്തരം മിനുക്ക്. മിനുക്ക്. മിനുക്ക് എന്നാണ് കഥകളിയിലെ സ്ത്രീ വേഷം അറിയപ്പെടുന്ന പേര്. കഥകളിയിലെ സ്ത്രീ വേഷം അറിയപ്പെടുന്ന പേര് മിനുക്ക്. 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കഥകളിയിലെ ഈശ്വര പ്രാർത്ഥന അറിയപ്പെടുന്ന പേരെന്താണ്? കഥകളിയിലെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് പറയുന്ന 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 പേര് എന്താണ്? ഉത്തരം എഴുതിയായിരുന്നോ? ആൻസർ തോടയം. തോടയം എന്നാണ് കഥകളിയിലെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേര്. തോടയം. ഉത്തരം തോടയം. ആരും തെറ്റിക്കല്ലേ? തോടയം. ഓക്കെ. 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ആരാണ്? നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ആരാണ്? നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ആരാണ്? വേഗത്തിൽ എഴുതിക്കോളൂ. നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ആരാണ്? എഴുതിയായിരുന്നോ? ഉത്തരം ഉണ്ണായി വാര്യർ. അപ്പൊ നളചരിതം ആട്ടക്കഥ ആരുടേതാണ്? ഉണ്ണായി വാര്യരുടേതാണ് കേട്ടോ. നളചരിതം ആട്ടക്കഥ ആരുടേതാണ്? ഉണ്ണായി വാര്യർ. ഉത്തരം ഉണ്ണായി വാര്യർ. നളചരിതം ആട്ടക്കഥ ആരുടേതാണ്? ഉണ്ണായി വാര്യർ. 10ാമത്തെ ചോദ്യം, കേരളീയ കലകൾ പഠിക്കാൻ വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ച വിദ്യാലയം ഏതാണ്? കേരളീയ കലകൾ പഠിക്കാൻ വള്ളത്തോൾ നാരായണ മേനോൻ, മഹാകവിയാണ് കേട്ടോ, മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ച വിദ്യാലയം ഏതാണ്? കേരളീയ കലകൾ പഠിക്കാൻ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ച വിദ്യാലയം ഏതാണ്? വളരെ എളുപ്പമാണ്. കേരളീയ കലകൾ പഠിക്കാൻ വള്ളത്തോൾ നാരായണ മേനോൻ സ്ഥാപിച്ച വിദ്യാലയം. എഴുതിയായിരുന്നോ? ആൻസർ പറയട്ടെ. കേരള കലാമണ്ഡലം. ഉത്തരം കേരള കലാമണ്ഡലമാണ് വള്ളത്തോൾ നാരായണ മേനോൻ കേരളീയ കലകൾ പഠിക്കാനായിട്ട് സ്ഥാപിച്ച വിദ്യാലയം. കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം നിങ്ങൾക്കറിയാലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്നാൽ 11ാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? 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 വേഗത്തിൽ ഉത്തരം എഴുതിക്കോളൂ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം എഴുതിയായിരുന്നോ? പറയട്ടെ, ഉത്തരം പറയട്ടെ. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. തൃശ്ശൂരിൽ ചെറുതുരുത്തിയിൽ. തൃശ്ശൂർ ജില്ലയിലെ
ചെറുതുരുത്തി. ഓർമ്മിച്ച് വയ്ക്കുക, ചെറുതുരുത്തി. കേരള കലാമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെറുതുരുത്തി. ചെറുതുരുത്തി എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. 12ാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? വേഗത്തിൽ ഉത്തരം എഴുതൂ. എഴുതിയായിരുന്നോ? ആൻസർ പറയട്ടെ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം, ഉത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് ഉത്തരം. ഭാരതപ്പുഴ. എല്ലാവരും എഴുതിയായിരുന്നോ? ഉത്തരം ഭാരതപ്പുഴ. തെറ്റിപ്പോയവർക്ക് മനസ്സിലായല്ലോ, ഓർമ്മിച്ച് വെച്ചേക്ക. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 13ാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എന്നാണ്? 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 എഴുതിയായിരുന്നോ? ഓക്കെ, ആൻസർ പറയാം. ഉത്തരം 1930 നവംബർ 9. 1930 നവംബർ 9 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. വള്ളത്തോൾ നാരായണ മേനോനാണ് സ്ഥാപിച്ചത്. ഓർമ്മിച്ചിരിക്കുക, തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ കേരളീയ കലകൾ പഠിക്കാനായി മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം 1930 നവംബർ 9 സ്ഥാപിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം, മുരളി കണ്ട കഥകളി ആരുടെ രചനയാണ്? 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 നിങ്ങൾ പഠിച്ചതാണ്, വേഗത്തിൽ എഴുതിക്കോളൂ. മുരളി കണ്ട കഥകളി ആരുടെ രചനയാണ്? മുരളി കണ്ട കഥകളി ആരുടെ രചനയാണ്? ഉത്തരം എഴുതിയായിരുന്നോ? ആൻസർ അമ്പലപ്പുഴ രാമവർമ്മ. പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ് മുരളികണ്ഠ കഥകളി എഴുതിയത്. മുരളികണ്ഠ കഥകളി ആരുടെ രചനയാണ്? അമ്പലപ്പുഴ രാമവർമ്മ. അമ്പലപ്പുഴ രാമവർമ്മയുടെ രചനയാണ് മുരളികണ്ഠ കഥകളി. എല്ലാവർക്കും ശരിയായിരിക്കുമല്ലോ? യെസ്. ലാസ്റ്റ് ചോദ്യം, 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കഥകളിയുമായി ബന്ധമില്ലാത്ത പ്രയോഗം ഏതാണ്? കഥകളിയുമായി ബന്ധമില്ലാത്ത പ്രയോഗം ഏതാണ്? കച്ചകെട്ടുക, ധനാശി പാടുക, കഥയറിയാതെ ആട്ടം കാണുക, അക്കരപ്പച്ച. ഇതിൽ ഏതാണ് കഥകളിയുമായി ബന്ധമില്ലാത്ത പ്രയോഗം? കഥകളിയുമായി ബന്ധമില്ലാത്ത പ്രയോഗം ഏതാണ്? കച്ചകെട്ടുക, ധനാശി പാടുക, കഥയറിയാതെ ആട്ടം കാണുക, അക്കരപ്പച്ച. ഏതാണ് ഇതിൽ ശരിയായ ഉത്തരം? കഥകളിയുമായി ബന്ധമില്ലാത്തത് ഏത്? കഥകളിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓക്കെ, ഓപ്ഷൻ 1, 2, 3, 4 ഉണ്ട്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? കഥകളിയുമായി ബന്ധമില്ലാത്ത പ്രയോഗം ഏത്? എഴുതിയല്ലോ. ഉത്തരം അക്കരപ്പച്ച. അക്കരപ്പച്ച കഥകളിയുമായി ബന്ധമില്ലാത്തതാണ്. അക്കരപ്പച്ചയാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ 15 ചോദ്യങ്ങൾ കഥകളിയുമായി ബന്ധപ്പെടുത്തി ടീച്ചർ പഠിപ്പിച്ചു. സംശയമുള്ളവർ വീണ്ടും ഒരിക്കൽ കൂടി കണ്ടത് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇത് നല്ലതുപോലെ പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ എപ്പിസോഡ് 4 വരെയായി. 4 എപ്പിസോഡ് നല്ലതുപോലെ നോക്കുക. 5ാമത്തെ എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.